ദേ ഈ ഒരു കണ്ണാടി നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് ഒരു കമാൻഡ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്താണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഒരു മിനി മീനെ കൂടെ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, എന്റെ തന്നെ മിനിയേച്ചർ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയോനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് കിട്ടിയ ഔട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഡയറോമയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞൻ വേഷനും കൂടെ ഞാൻ എന്നെ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് കാണുക. പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ പ്രിന്റ് ചെയ്തതെന്ന് അറിയണ്ടേ? അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് മെഷി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അതെങ്ങനെയാ ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം, അതിനെ പ്രിന്റ് ചെയ്തെടുക്കാം. വേറെ പല യൂസും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിത് ഇവരുടെ ഇന്റർഫേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. മെഷി 6 റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കുറെ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതുണ്ടല്ലോ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. മൾട്ടിപ്ലയർ 3D പ്രിന്റ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇതിൽ ശരിക്കും ആർട്ടിസ്റ്റുകൾ ചെയ്തേക്കുന്ന മോഡൽസ് ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് AI വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. നമുക്ക് വേണ്ട ഇതൊന്നുമല്ല. നമുക്ക് വേണ്ടത് ഈ ഒരു 4 ഓപ്ഷനാണ് ഇതിൽ നമുക്ക് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇമേജ് ടു 3D ആണ്. അപ്പൊ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിളായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് കേട്ടോ ഇതിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇമേജ് ടു 3D ഉണ്ട്, ബാച്ച് ഇമേജ് ഉണ്ട്, അതുപോലെ ടെക്സ്റ്റ് ടു 3D ഉണ്ട്. ടെക്സ്റ്റ് ടു 3D ഒക്കെ ഭയങ്കര ഫണ്ണാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജ് ടു 3D ആണ് കേട്ടോ. നമ്മുടെ തന്നെ മിനിയേച്ചർ നമ്മൾ പ്രിന്റ് ചെയ്തോണ്ടല്ലോ, അതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ഒരു കാരിക്കേച്ചർ ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ChatGPT അപ്ലോഡ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3D പ്രിന്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ അനലൈസ് ചെയ്ത് ഇത് കണ്ടല്ലോ, ഒരു കാരിക്കേച്ചർ ടൈപ്പ് സാധനം റെഡി ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് വ്യൂവും സെയിം കമാൻഡ് കൊടുത്ത് തന്നെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 2 ഇമേജ് ആക്കി എടുക്കണം. 2 ഇമേജ് സെപ്പറേറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെഷീനിലാണ് ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള ഇമേജ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോണിറ്റയിൽ ബാക്കിൽ മുടി കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ബാക്കിലെ വ്യൂവും കൂടെ കൊടുക്കണം. അത് ChatGPT വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ മൾട്ടി വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മൾട്ടി വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡ് റെഫറൻസ് ഇമേജ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര എണ്ണമല്ല, 3 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിൽ നിന്നുള്ള ആ ഒരു വ്യൂവും കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ഫൈനൽ സാധനം. നമ്മളിത് ജസ്റ്റ് ജനറേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ അസറ്റ്സിനകത്തോട്ട് വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ മോഡൽ നമുക്ക് കിട്ടും. നമുക്ക് അതിനെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിനെ ടെക്സ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഗെയിമിനോ വേറെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീഡിയോസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റർ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ജനറേഷൻ നടക്കുവാണ്. 69% ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഡീറ്റെയിലിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ കാരിക്കേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഇത് പോണിറ്റെയിൽ നോക്കി ബാക്കിലെ ഈ ഒരു സാധനം കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ പാടാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഈ സാധനം വരെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് മനസ്സിലാകത്തില്ല. അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടല്ലോ, താഴെ വരുവാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് വെച്ചിട്ടാണ് ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇമേജ് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ടെക്സ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോഡലിനെ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള അഡ്വാൻസ് ആ ടെക്സ്റ്റർ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇവർ കാണിച്ചു തരും. നമ്മൾ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓ, ഇത് പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷൂസും കാര്യങ്ങളൊക്കെ നോക്കിയേ. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാമെന്നാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഫേസിൻ്റെ കളറും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വൈറ്റിലായിരിക്കും കൂടുതൽ പ്രിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലാണ് കിട്ടുന്നത്. അതിന് നമുക്ക് പെയിൻറ് ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ടെക്സ്റ്ററിൻ്റെ റെഫറൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണേലും സംഭവം അടിപൊളിയാണ്. അടുത്ത ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മളിത് വേറൊരു കാരിക്കേച്ചർ ഇതുപോലെ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് ടെക്സ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫീൽ നോക്കൂ. ഇത് കണ്ടല്ലോ, ഇതാണ് ടെക്സ്റ്റർ ചെയ്തെടുത്ത സാധനം. ഡീറ്റെയിലിങ് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങളെ കാണിച്ച് പ്രിൻറ്റ് ചെയ്ത സാധനം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മോഡലും കൂടെ ചെയ്തായിരുന്നു. കുറച്ചും കൂടെ മിനിയേച്ചറിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് കയ്യിലൊരു ടൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ്. ഇങ്ങനെ കാണുമ്പോഴും എൻ്റെ ഒരു മിനിയേച്ചറായിട്ട് തോന്നത്തില്ല. പക്ഷേ നമ്മൾ ടെക്സ്റ്ററിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതുണ്ടല്ലോ, ഇതാണ് ഡീറ്റെയിലിങ്. സംഭവം എന്താണെങ്കിലും അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ മോഡൽസിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് വളരെ ഈസിയാണ്. നമ്മളിത് ഈ മോഡലിലേക്ക് വരിക, നമുക്ക് വേണ്ട മോഡലിനെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൾറെഡി കിടക്കുന്ന മീറ്ററിലാണ്. നമുക്ക് മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല.
നമ്മളിത് ഇവിടെ സെൻറ്റിമീറ്റർ ആക്കുന്നു. അതിനുശേഷം ഒരു 15 സെൻറ്റിമീറ്റർ ഇവിടെ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ഡൗൺലോഡായി. ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്ലൈസറിനകത്തോട്ടിട്ട് ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയോയുടെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മെഷീനിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആഡ് ഇമേജ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റിയോയുടെ ഫോട്ടോ നമ്മളങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് മോഡൽ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇറേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് റിയോനെ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളിത് അതിനൊരു പേരും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് ഒന്ന് ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയി. വിത്തിൻ 30 സെക്കൻഡ്സ് നമുക്ക് ഈ മോഡൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ റിയോയുടെ മോഡൽ റെഡി ആയിട്ടുണ്ട്. നോക്കി പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് 3D പ്രിന്റിനോ വേറെ എന്ത് സൂം ചെയ്യുവാണെങ്കിലും നമുക്ക് സ്കിന്നിൻ്റെ ഒക്കെ ഡീറ്റെയിലിങ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഹെയർ ഒക്കെ അതുപോലെ തന്നെ അവൻ്റെ ഫേസ് ആണെങ്കിലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിലിങ് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. ഈവൻ വാലൊക്കെ പോലാണെങ്കിലും അവർ നല്ലതായിട്ട് അതിനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള സാധനം നമുക്കറിയണമെങ്കിൽ നമുക്കിത് ഈ പറയുന്ന ടെക്സ്റ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലിനെ പ്രോപ്പറായിട്ട് ഒരു ടെക്സ്റ്റർ ചെയ്ത് തരും. നമ്മുടെ ടെക്സ്റ്ററിങ്ങും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമായിട്ട് പക്കാ റിയലിസ്റ്റിക്കലായിട്ട് വേറെ എററൊന്നും ഇല്ലാതെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് വേണ്ട സൈസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന് വേറെ കുറച്ച് അഡ്വാൻസ് ഓപ്ഷനും കൂടെ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വർക്ക് സ്പേസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ടു 3D എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു കണ്ണാടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ChatGPT പോയി തന്നെ നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് അതിൻ്റെ എടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ സ്റ്റാൻഡ് ലോൺ 3D മോഡൽ ഫോർ എ സ്പെക്ടക്കിൾസ്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിത് ജസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. എങ്ങനെ വരുമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് കണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് ലെൻസസ് വന്നിട്ടുണ്ട്. മേക്ക് എ റിയലിസ്റ്റിക് ലുക്കിംഗ് വിൻറ്റേജ് നൈഫ്. ഒരു കത്തി ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു നൈഫ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിങ് നല്ല രസമുണ്ട് കേട്ടല്ലോ. ഇത് കണ്ടല്ലോ, അടിപൊളി. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. നമുക്കൊരു ജെറി ക്യാനും കൂടെ മോഡൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മേക്ക് എ റിയലിസ്റ്റിക് ജെറി ക്യാൻ ഫോർ കാർ. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ മെഷീയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ യൂസ്ഫുൾ ആണ്. ഇത് കണ്ടല്ലോ, കമാൻഡ് പ്രോംപ്റ്റിൽ അവരുണ്ടാക്കുന്നത് ജെറിക്കാനാണ്. സംഭവം എന്താണെങ്കിലും കൊള്ളാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യും, ഇതിനെ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്തായിരുന്നു. ഈ ഒരു ഫോർച്യൂണറിന്റെ മോഡലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്തതാണ്. 2009 മോഡൽ ഫോർച്യൂണറിന്റെ മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആനിമേഷനും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്ത് ചുമ്മാ ഒരു മോഡലിന് ഒരു ക്യാരക്ടറിനെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനെ ആനിമേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടല്ലോ, ആനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമേഷൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ ബോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഗെയിം ഡെവലപ്പേഴ്സിനോ അങ്ങനെയുള്ളവർക്ക് ഈ കാര്യങ്ങളുടെ ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു മോഡലിൽ നമ്മൾ ഇതുപോലെ ചെയ്തതാണ്, എൻ്റെ ഒരു റിയലിസ്റ്റിക് സാധനം വെച്ചിട്ട്. പക്ഷേ ഇതിന് നമുക്ക് ബാക്കിലെ ഹെയർ നമുക്ക് കിട്ടിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. ഇതാണ് ടെക്സ്റ്റ് ചെയ്ത് വന്ന സാധനം. ഇത് നമ്മൾ ചെറിയൊരു മോഡൽ പ്രിന്റ് ചെയ്തായിരുന്നു. പിന്നെ ഉള്ളത് റിയലിസ്റ്റിക് ഫോട്ടോയാണ്. ഇപ്പം ഞാൻ എൻ്റെ റിയലിസ്റ്റിക് ഫോട്ടോ വെച്ചിട്ട് ചെയ്ത ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ വലിയ ഇത് നമുക്ക് തോന്നത്തില്ല, കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ടെക്സ്ചർ ചെയ്ത സാധനം ഇതാണ് കേട്ടോ. ഇച്ചിരി സങ്കടപ്പെട്ടിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഈ ഹെഡിനെ ഇതിനെ പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ വില്ലീസിൽ നമ്മുടെ ടോണീനെ വെച്ചേക്കുന്ന പോലെ നമുക്കൊരു ഡ്രൈവറെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, ചെയ്യണോ വേണ്ടതെന്നുള്ള. പിന്നെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ടു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഈ ഇമേജ് തന്നെ അങ്ങ് സെലക്ട് ചെയ്യണം കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് വേണ്ട സീൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ഏത് ഇപ്പോൾ ChatGPT ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ മോഡലിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നല്ല, ഇത് നമ്മൾ തുടക്കമാണ് കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് ആണ്.
അങ്ങനെ എൻ്റെ മോഡൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെടിപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് പറിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ചെയ്തത് ഈ ഒരു മോഡലായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞു മോഡലാണ്. അപ്പോൾ അതിന്റെ തന്നെ ഓൾമോസ്റ്റ് ഡബിൾ വരുന്ന ഒരു സൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കൊരു പ്ലാനും കൂടി ഉണ്ട്. അതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ചായിട്ട് നമ്മുടെ പ്രോപ്പർ ഒരു മോഡൽ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സൈസിൽ തന്നെ ഒരു മോഡലിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. നല്ല എഫോർട്ടാണ്, നല്ല ടൈം എടുക്കും. എന്താണെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് മോഡലിനെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്ലെക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ പീസുകളെല്ലാം മാറ്റണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പം ഞാൻ ഓൾറെഡി സപ്പോർട്ട് ഇച്ചിരി കട്ടിയുള്ള സപ്പോർട്ടാണ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് ഇതിനൊക്കെ മാറ്റൽ ഇച്ചിരി പാടാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇതിനൊന്നും വലിയ കട്ടി വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ അങ്ങോട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ മിനി മീ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിയലിസ്റ്റിക് സാധനമല്ല, ഞാൻ ഇതിൻ്റെ കാർട്ടൂൺ ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ലുക്കും. അതുമല്ല വൈറ്റിൽ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒറിജിനൽ ടെക്സ്ചർ കൊടുക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അതെന്താണെന്ന് നമ്മൾ ചെയ്യും. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സ്കിന്നൊക്കെ കാണുമ്പോഴത്തേനും അത്ര സ്മൂത്ത് അല്ല. അതിൽ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് സ്മൂത്ത്നെസ് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഒരു 50% ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ലൈൻസ് കാണുന്നത്. അതെല്ലാം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാൻഡ് ചെയ്ത് ഈസി ആയിട്ട് അതിനെ മാറ്റാവുന്നുള്ളൂ. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഗ്യാരേജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ക്യാരക്ടേഴ്സോ ആരുടെ വേണമെങ്കിലും ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ ഗ്യാരേജിലൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് വേണ്ട പോസിലൊക്കെ അതിനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഈ മെഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ നോക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു റീൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് അവരുടെ ഈ ഒരു സ്കെയിലിൽ നമ്മൾ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, 2 പേരെ ടാഗും ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്തേക്കുന്ന ഇത്രയാണ്. ഇനിയും കുറേ വലിയ പ്ലാൻസ് ഉണ്ട്. ഞാൻ കുറേ എണ്ണം മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഷീയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഗിഫ്റ്റിൻ്റെ കാര്യം മറന്നു പോകരുത്. ഈ സ്കെയിലുള്ള നിങ്ങളെ വിന്നറിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഈ സ്കെയിലിൽ അയാളുടെ കാരിക്കേച്ചർ നമ്മൾ പ്രിന്റ് ചെയ്യുവേ.